ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ദേവഗായത്രി ഭാഗം 10. വാതിൽ തുറന്ന് മുഖം മുഴുവൻ വിയർത്ത് ഡ്രസ്സിലാകെ വെള്ളമായി നിൽക്കുന്ന ഗായത്രിയെയും റൂമിനകത്ത് ആകെ നനഞ്ഞു നിൽക്കുന്ന ദേവനെയും കണ്ടതും അകത്ത് എന്തായിരിക്കും താൻ വരുമ്പോൾ നടന്നുകൊണ്ടിരുന്നത് എന്ന് മനസ്സിലായതും നിമ്മിക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയെങ്കിലും അവൾ മുഖത്ത് ചിരി വരുത്തി. ഹായ് ഗായത്രി, ഞാൻ നിമ്മി, ദേവയുടെ ഫ്രണ്ടാണ്. പിന്നെ ഞങ്ങളുടെ ഫാമിലി പണ്ട് തൊട്ടേ നല്ല റിലേഷനിലാണ്. ഇന്നലെ തന്നെ ശരിക്ക് പരിചയപ്പെടാൻ പറ്റിയില്ല, അതാ ഇന്ന് രാവിലെ തന്നെ പോന്നത്. ഗായത്രിയെ നോക്കി നിമ്മി പറഞ്ഞതും മുഖത്തെ പതർച്ച മറച്ചുകൊണ്ട് ദേവ അവളോട് വെപ്രാളത്തോടെ ചോദിച്ചു, നീ വന്നിട്ട് കുറെ നേരമായോ? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഗായത്രി വാ, നമുക്ക് സംസാരിക്കാം. ഗായത്രിയുടെ കൈ പിടിച്ച് അവൾ താഴേക്ക് പോയി. മാരണം, പലത് കേട്ട് കാണുവോ ആവോ? കേട്ടിരുന്നെങ്കിൽ അവൾ ഇപ്പൊ തന്നെ അത് അമ്മൂന്റെ ചെവിയിൽ എത്തിച്ചേനെ. വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കരുതി ദേവ ഫ്രഷ് ആവാനായി ബാത്റൂമിൽ കയറി. നിമ്മി വളരെ ഉത്സാഹത്തോടെയാണ് ഗായത്രിയോട് സംസാരിച്ചത്. അവളെക്കുറിച്ച് കുറെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. തനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യം ഗായത്രിയുടെ നാവിൽ നിന്നും കിട്ടുമോ എന്നറിയാൻ വേണ്ടിയാണ് ആ ഉത്സാഹം നിമ്മി കാണിച്ചത്. ഇത് കണ്ടുകൊണ്ട് ദേവ റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഇവൾ കൂടുതൽ അവളെ പറ്റി അന്വേഷിച്ച പുലിവാലാവും. അവളുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന ദേവ മനസ്സിൽ കരുതി അവളുടെ അടുത്തേക്ക് ചെന്നു. ഗീതു, നീ റെഡിയാവുന്നില്ലേ? പോണ്ടേ നമുക്ക്? ദേവ ചോദിച്ചതും എങ്ങോട്ടെന്ന് മനസ്സിലാകാതെ ഗായത്രി അവനെ നോക്കി. എങ്ങോട്ടാ ദേവാ ഇത്ര രാവിലെ? അമ്പലത്തിലേക്കാണോ? അങ്ങോട്ട് വന്ന ദേവകി ചോദിച്ചു. അല്ല അമ്മോ, ഓഫീസിലേക്കാ. കുറച്ച് ദിവസമായി അങ്ങോട്ടേക്ക് പോകാത്തത് കൊണ്ട് അവിടുത്തെ കാര്യങ്ങളാകെ അലങ്കോലമായി കിടക്കുക. അജുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. എന്താ നീ പറയണേ? നിങ്ങളെ കല്യാണം ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് ജോലിക്ക് പോവേ, വിരുന്നിനൊക്കെ പോണ്ടേ? അവന്റെ സംസാരം കേട്ട് ദേഷ്യത്തോടെ അമ്മു ചോദിച്ചു. അതിനൊക്കെ സമയം ഇനിയും ഉണ്ടല്ലോ. ഇപ്പൊ ഓഡിറ്റിങ്ങിന്റെ സമയ, പോകാതെ പറ്റില്ല അല്ലേ ഗീതു? ഗായത്രിയെ നോക്കി ദേവ ചോദിച്ചതും ഇതൊക്കെ എപ്പോ എന്ന പോലെ അവൾ അവനെ പകച്ചു നോക്കി. എന്നാൽ അവൻ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചതും അതെ അമ്മു, തിരക്കുണ്ട്. കള്ളമായതുകൊണ്ട് തന്നെ അമ്മുവിനെ നോക്കാതെ ഗായത്രി പറഞ്ഞു. അത്രയും നേരം മാറി നിന്ന നിമ്മി അവരുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അവരിപ്പോ പോട്ടെ അമ്മു, ഇവർക്കൊരു സർപ്രൈസ് ഹണിമൂൺ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതും പറഞ്ഞ് നിമ്മി അവനെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ദേവയിലും ഗായത്രിയിലും ഒരുപോലെ അവളുടെ വാക്കുകൾ ഞെട്ടലുണ്ടാക്കി. അവർ പരസ്പരം ഒന്നു നോക്കി. അവരോട് യാത്ര പറഞ്ഞ് നിമ്മി വേഗം അവിടെ നിന്നും പോയി, മനസ്സിൽ ചില കണക്കുകൂട്ടലുകളോടെ. അതെ, ആ പെണ്ണില്ലേ നിമ്മി, അവളെ ഒന്ന് സൂക്ഷിച്ചോ. കാഞ്ഞ വിത്ത. അവൾക്ക് എന്നോട് ഒടുക്കത്തെ ലവ് ആണെന്നാ പറച്ചിൽ. എന്നെ സ്വന്തമാക്കാൻ എന്ത് തരം താഴ്ന്ന പണിയും ചെയ്യും. അവളുമായിട്ട് വല്ല കൂട്ടൊന്നും വേണ്ട, കേട്ടല്ലോ. ഓഫീസിലേക്ക് പോകുന്ന വഴി ദേവ ഗായത്രിയോട് പറഞ്ഞു. ദേവ പറഞ്ഞതിന് അലസമായി മൂളിക്കൊണ്ട് ഗായത്രി പുറത്തെ കാഴ്ചകളിൽ കണ്ണും നട്ടിരുന്നു. നിന്റെ വായലെന്താ, നാക്കില്ലേ? എന്തെങ്കിലും ചോദിച്ചാ വായത്തൊന്നും മറുപടി പറഞ്ഞൂടെ? അവളുടെ മൗനം എന്തുകൊണ്ടോ അവനെ ദേഷ്യം പിടിപ്പിച്ചു. നിങ്ങൾ അവളെ പറ്റി ചിന്തിക്കാണ്ട് അമ്മൂനെങ്ങനെ എല്ലാം പെട്ടെന്ന് വിശ്വസിപ്പിക്കാമെന്ന് ആലോചിക്ക്. അറിയാലോ, അധിക സമയമില്ല. അതേ ദേഷ്യത്തോടെ ഗായത്രിയും മറുപടി പറഞ്ഞു. അത് ഞാൻ നോക്കിക്കോളാം. പിന്നീട് ഒന്നും സംസാരിക്കാതെ അവർ ആ യാത്ര തുടർന്നു. ഡാഡി, ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാ അവരുടെ ഒരു കോൺട്രാക്ട് മാരേജ് ആണെന്ന്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആ റൂമിൽ അവർ തമ്മിൽ പൊരിഞ്ഞ വഴക്കായിരുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു നാടകമെന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല. എന്തോ എല്ലാം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. നിമ്മി ദേവയുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നതും ദിവാകരനോട് പറഞ്ഞു. എനിക്ക് അന്നേ സംശയം തോന്നിയതാ മോളെ. ഇത്രയും കാലം പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞു നടന്നവൻ
പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരുത്തിയെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കരുതിയതാ ഇതിലെന്തോ പന്തികേടുണ്ടെന്ന്. അല്ല, ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ടെന്താ? എല്ലാം കഴിഞ്ഞില്ലേ? ഒന്നും കഴിഞ്ഞിട്ടില്ല ഡാഡി. എനിക്ക് ദേവയെ വേണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവർ തമ്മിലുണ്ടാക്കിയ എഗ്രിമെന്റ് എന്തിനു വേണ്ടിയാണെങ്കിലും അത് കഴിയുന്നതുവരെ കാത്തു നിൽക്കാനൊന്നും ഞാൻ തയ്യാറല്ല. എത്രയും പെട്ടെന്ന് ആ എഗ്രിമെന്റ് പൊളിക്കണം. എന്നിട്ട് ദേവിയുടെ താലി എൻ്റെ കഴുത്തിൽ വീഴണം. അതിനൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് നിമ്മി പറഞ്ഞു. നീ ധൈര്യമായി മുന്നോട്ട് പോ മോളെ. എന്തിന്, അച്ഛനുണ്ട് കൂടെ. അയാൾ അവൾക്ക് ധൈര്യം പകർന്നു. ഗീതു, എനിക്ക് കടുപ്പത്തിലൊരു കാപ്പി. ഓഫീസിൽ നിന്നും തിരിച്ചു വന്നതും ഡ്രസ്സ് മാറി ഇറങ്ങി വന്ന് അടുക്കളയിലേക്ക് നോക്കി ദേവ വിളിച്ചു പറഞ്ഞു. ആ കുട്ടി ചപ്പാത്തി ഉണ്ടാക്കാൻ മാവ് കുഴയ്ക്ക ദേവ. നീ അങ്ങോട്ട് ചെന്ന് എടുക്ക്. പൂജാ റൂമിൽ നിന്ന് അമ്മു വിളിച്ചു പറഞ്ഞു. പൂജാമുറിയിലേക്ക് ഒന്ന് എത്തി നോക്കി ദേവ നേരെ അടുക്കളയിലേക്ക് ചെന്നു. ഉടുത്തിരിക്കുന്ന സാരിയുടെ തലപ്പ് ഇടുപ്പിൽ കുത്തി 2 കൈകൊണ്ടും മാവ് കുഴയ്ക്കുന്ന ഗായത്രിയുടെ പിന്നിലൂടെ ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ പകച്ചുപോയി. ശേഷം അവൾ പിടഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോൾ ഒന്നുകൂടി അവളെ അവനിലേക്ക് വലിച്ചെടുപ്പിച്ചുകൊണ്ട് അവളുടെ ചെവിയിൽ ദേവ പതുക്കെ പറഞ്ഞു. അതെ, അമ്മ ഉപ്പ വരും. അമ്മുനെ കാണിക്കാനാ, അല്ലാണ്ട് നിന്നെ കെട്ടിപ്പിടിക്കാനുള്ള പൂതി കൊണ്ടല്ല. ദേവ പറഞ്ഞതും ഗായത്രി ഒന്നടങ്ങി. ഈ സമയം അടുക്കളയിലേക്ക് വന്ന ദേവകി അവിടെ നിൽപ്പ് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. ശോ, ഈ കുട്ടികളൊരു കാര്യം. ഇനി വീടിനുള്ളിൽ കണ്ണു കിട്ടി നടക്കേണ്ടി വരുമെന്നാ തോന്നുന്നേ. തിരിഞ്ഞു നടക്കുന്നതിനിടയിൽ ദേവകി മനസ്സിൽ കരുതി. അമ്മു പോകുന്നത് കണ്ട ഗായത്രി ദേവയെ ശക്തിയായി തള്ളിമാറ്റി. തള്ളിയത് നല്ല ശക്തിയിലായതുകൊണ്ട് തന്നെ ടേബിളിൽ ചെന്നു തട്ടി ദേവ നിലത്തേക്ക് നടുഇടിച്ചു വീണു. ഒപ്പം ടേബിളിൽ ഇരുന്നിരുന്ന വെളിച്ചെണ്ണയും വീണു. ദേവ വെളിച്ചെണ്ണയിൽ കുളിച്ചു. അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിയതും അതിനേക്കാൾ ദേഷ്യത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും വന്ന ദേഷ്യമടക്കി ഒന്നുകൂടി എഴുന്നേൽക്കാൻ ശ്രമിച്ച അവൻ വീണ്ടും വഴിക്കു വീണു. അത് കണ്ട് ഗായത്രി പറഞ്ഞു. അതെ, ആരെ കാണിക്കാനാണെങ്കിലും ശരി, സമ്മതം കൂടാതെ എന്റെ ദേഹത്ത് തൊട്ടാൽ ഡാ ഇങ്ങനെ വീഴേണ്ടി വരും. അതും പറഞ്ഞ് അവനിൽ നിന്ന് മുഖം തിരിച്ച് പുറത്തേക്ക് പോകാനായി നടന്ന ഗായത്രി അവിടെ വീണ വെളിച്ചെണ്ണയിൽ കാലുവഴുക്കി അവന്റെ ദേഹത്തേക്ക് വീണു. എണീക്കാൻ നോക്കുന്തോറും അവൾ കൂടുതൽ ശക്തിയോടെ അവന്റെ ശരീരത്തോട് ചേർന്നുകൊണ്ടിരുന്നു. അവളുടെ ശരീരം അവനോട് ചേർന്നതും രണ്ടാളുടെയും ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. യാന്ത്രികമായി ദേവയുടെ കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ കടത്തി അവളെ അവനിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. എന്നെ വിടാനാ പറഞ്ഞേ. സ്വബോധം വീണ്ടെടുത്ത് ഗായത്രി അലറി. അവളുടെ ശബ്ദമാണ് അവനെ മറ്റൊരു ലോകത്തു നിന്ന് തിരിച്ചു കൊണ്ടുവന്നത്. അവൻ വേഗം തന്നെ തന്റെ കൈ എടുത്തുമാറ്റി. അയ്യോടി, പിടിച്ചു വെക്കാൻ പറ്റിയൊരു മുതലും. എണീറ്റ് പോടി എന്റെ മേത്തുനിന്ന്. ദേവ ഒരുവിധം പിടിച്ചെണീറ്റ് നിലത്ത് കിടക്കുന്ന ഗായത്രിയോടായി പറഞ്ഞു. തമ്പ്രാട്ടീനെ തൊടാൻ പാടില്ലല്ലോ, അപ്പൊ സ്വയം അങ്ങ് എണീറ്റോ. ദേവ പറഞ്ഞതും ഗായത്രി 1-2 വട്ടം എഴുന്നേൽക്കാൻ നോക്കി ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും പരാജയപ്പെട്ടു. പ്ലീസ് എന്നെ ഒന്ന് എണീപ്പിക്ക്, ഗായത്രി ദയനീയ സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ വഴിക്കുവാ മോളെ, അവളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞ് ദേവ അവളെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ദിവസങ്ങൾ ശരവേഗം കടന്നുപോയി. ദേവയും ഗായത്രിയും തമ്മിലുള്ള അടി ഓരോ ദിവസം ചെല്ലും തോറും കൂടി വന്നു. അവൾ മാറി നടന്നാൽ പോലും എന്തെങ്കിലും കാര്യമുണ്ടാക്കി ദേവ അവളെ ചൊറിയാൻ ചെല്ലും. ഗായത്രിയാണെങ്കിൽ അവനെ നല്ല അസലായി മാന്തി വിടും. അല്ല ദേവ, കുറച്ച് ദിവസമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട്, എന്തായി? ഒരു കള്ളച്ചിരിയോടെ അജു ദേവയോട് ചോദിച്ചു. അവന്റെ ചോദ്യം കേട്ടതും ലാപ്പിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്ക് നിർത്തി സംശയത്തോടെ ദേവ അജുവിനെ നോക്കി. എന്താവാൻ? നീ എന്ത് കോപ്പാടാ ചോദിക്കുന്നത് അജു? ഹ, നീ ദേഷ്യപ്പെടല്ലേ. ഞാൻ അമ്മൂന്റെ കാര്യം ചോദിച്ചേ. വല്ലതും നടക്കുവോ? അതോ നമ്മുടെ പ്ലാനൊക്കെ
പൊളിയോ? അമ്മൂന് സംശയമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളുടെ അഭിനയം. അമ്മൂനിപ്പോ എന്തിനും ഏതിനും അവളെ മതി. തലയിലേറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. പക്ഷേ സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. ദേവ പറഞ്ഞു. ആ, അത് കുഴപ്പമൊന്നുമില്ല. ഇനി സമയമുണ്ടല്ലോ. അല്ല, ഗായത്രി എങ്ങനെയുണ്ട്? വീണ്ടും ഒരു ആക്കിച്ചിരിയോടെ അജു ചോദിച്ചു. എങ്ങനെ ഉണ്ടാവാൻ? എന്നെ കൊല്ലുന്നില്ല എന്നേ ഉള്ളൂ. ഞാൻ കത്തിയെടുത്താൽ അവൾ വടിവാളെടുക്കും. അത് പറയുമ്പോൾ ദേവ പോലും അറിയാതെ അവന്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അപ്പൊ നിനക്ക് പറ്റിയ പെണ്ണ് തന്നെയാ. നിന്നെ വരച്ച വരയിൽ നിർത്തുന്നുണ്ടല്ലോ. നമുക്ക് ആ എഗ്രിമെന്റ് അങ്ങ് ക്യാൻസലാക്കി ഈ ബന്ധം അങ്ങ് തുടർന്നാലോ? ദേവിയുടെ മനസ്സ് അറിയാനെന്ന പോലെ തഞ്ചത്തിൽ അജു ചോദിച്ചു. ദേ അജു, ഒറ്റ ചവിട്ട് വെച്ച് തരും ഞാൻ. അവൻ ബന്ധം ഉറപ്പിക്കാൻ വന്നിരിക്കുന്നു. എന്നിട്ട് പോയി വല്ല പണിയും എടുക്കടാ. അന്ന് പറഞ്ഞത് തന്നെയാ എനിക്കിന്നും പറയാനുള്ളൂ. എനിക്കൊരു പെണ്ണിനെയും വേണ്ട. എത്രയും പെട്ടെന്ന് എല്ലാം ഒന്ന് കഴിഞ്ഞാൽ മതി. ഹ, നീ ചൂടാവണ്ട. ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല, നമ്മുടെ നിമ്മിമോള് വരാറില്ലേ ഇപ്പോ? വിഷയം മാറ്റാനെന്ന പോലെ അജു ചോദിച്ചു. ഹോ, അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങൾക്ക് സർപ്രൈസ് ഹണിമൂൺ റെഡിയാക്കുമെന്ന് പറഞ്ഞ് പോയതാ. പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല. അവൾ ഇത്ര പെട്ടെന്ന് നന്നായോ? നിന്നെ കൊണ്ടേ പോവൂ എന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പം ഹണിമൂൺ സെറ്റാക്കി തരാമെന്നോ? സംതിങ് ഫിഷി. ആലോചനയോടെ അജു പറഞ്ഞു. ആവോ, എന്തെങ്കിലും ആകട്ടെ. ഇനി എൻ്റെ മുന്നിലോട്ട് വരാണ്ടിരുന്നാ മതിയായിരുന്നു ഭഗവാനേ. അത് വിട്. അല്ല, നിന്റെ പത്നി എവിടെ? ഓഫീസിൽ കണ്ടില്ലല്ലോ. രാവിലെ വന്നിരുന്നു, പിന്നെ വേഗം പോയി. അജു ചോദിച്ചതും ദേവ അലസമായി മറുപടി പറഞ്ഞു. നീ ചോദിച്ചില്ലേ എന്താ പോണേന്ന്? വല്ല അസുഖമുണ്ടോ? ആവോ, ഞാനതൊന്നും ചോദിച്ചില്ല. അവൾ എന്ത് ചെയ്താൽ എനിക്കെന്താ? അത് പറയുമ്പോഴും ഓഫീസിൽ നിന്ന് പോകുമ്പോൾ കണ്ടിരുന്ന അവളുടെ വാടി തളർന്ന മുഖം അവൻ ഓർമ്മ വന്നു. എങ്ങോട്ട് പോകുന്നെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവൻ്റെ ഈഗോ ആ സമയം അതിന് സമ്മതിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം. ആഹാ, നല്ല ബെസ്റ്റ് ഭർത്താവ്. പുച്ഛത്തോടെ അജു പറഞ്ഞതും, അജു നീ പിന്നെയും തുടങ്ങണ്ട. നമുക്ക് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം. വാ. രണ്ടാളും അതും പറഞ്ഞ് പുറത്തേക്ക് പോയി. നല്ല വേദനയുണ്ടോ മോളെ? ഗായത്രിയുടെ അടുത്തിരുന്ന് വയറിന് ചൂട് പിടിക്കുന്നതിനിടയ്ക്ക് അമ്മു ചോദിച്ചു. ഇല്ല അമ്മു, ഇപ്പം കുറവുണ്ട്. എല്ലാ മാസവും ഉള്ളതായതുകൊണ്ട് ഇപ്പം ശീലായി. ചെറുതായി തല കറങ്ങുന്നുണ്ട്. അതാ ഞാൻ വേഗം വന്നത്. അയ്യോ, തല കറങ്ങുന്നുണ്ടോ? എന്നിട്ടാണോ മോൾ ഒറ്റയ്ക്ക് വന്നത്? എന്താ ദേവനെ കൂട്ടാഞ്ഞേ? വെപ്രാളത്തോടെ ദേവകി ചോദിച്ചതും അത് കേട്ടതും എന്തു മറുപടി പറയുമെന്നറിയാതെ ഗായത്രി ഒന്ന് പതറി. അവൾക്ക് രാവിലെ താൻ ദേവനോട് യാത്ര പറയാൻ ചെന്നത് ഓർമ്മ വന്നു. വയ്യാത്തോണ്ട് പോകുന്നു എന്ന് പറയാൻ വേണ്ടി തന്നെയാണ് ചെന്നത്. എന്നാൽ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞ മറുപടി താൻ എങ്ങോട്ട് പോകാനാണെങ്കിലും അവനോട് പറയേണ്ട കാര്യമില്ല, സാധാ എംപ്ലോയീസ് ചെയ്യുന്ന പോലെ HR പറഞ്ഞാൽ മതി എന്നായിരുന്നു. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടോ സങ്കടം വന്നു. കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ഇറങ്ങിപ്പോരുകയായിരുന്നു. അത് അമ്മു, ഞാൻ ദേവേട്ടനോട് പറഞ്ഞില്ല. ഇന്നൊരു ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് ഉണ്ട്. എനിക്ക് വയ്യെന്ന് പറഞ്ഞാൽ വെറുതെ ടെൻഷൻ അടിക്കും. അതാ ഞാൻ പറയാഞ്ഞേ. അവളുടെ വാക്കുകൾ ദേവകിയിൽ അവളോടുള്ള മതിപ്പ് കൂട്ടി. ആ, മോള് കിടന്നോ, എണീക്കണ്ട കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടും മാറിയില്ലെങ്കിൽ നമുക്കേതെങ്കിലും ഡോക്ടറെ പോയി കാണാട്ടോ. ശരി അമ്മു. സഹിക്ക് വയ്യാത്ത വേദനയിലും തലചുറ്റലും കാരണം ഗായത്രി ഞെരിപിരി കൊണ്ടു. എപ്പോഴോ ക്ഷീണത്തിൽ അവളൊന്ന് മയങ്ങിപ്പോയി. ഓഫീസിൽ നിന്നും വന്ന ദേവ കണ്ടത് കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ഗായത്രിയെയാണ്. ഡീ, എണീറ്റേ. ഇങ്ങനെ പോത്ത് പോലെ ഉറങ്ങാനാണോ നീ ലീവ് എടുത്തു പോന്നത്? ദേവിയുടെ വിളി കേട്ട് ഞെട്ടി ഉണർന്ന് ഗായത്രി ചോദിച്ചു. ഞാൻ എന്ത് ചെയ്ത നിങ്ങൾക്കെന്താ? ലീവ് എടുത്തെങ്കിൽ എന്തെങ്കിലും കാരണമുണ്ടാവും.
നിങ്ങൾ പറഞ്ഞ പോലെ കാരണം HR പറഞ്ഞാണ് ഞാൻ ലീവ് എടുത്തത്. അതും വിട്ട് പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ സാലറി കട്ട് ചെയ്തോളൂ. ഇനിയൊന്നും മിണ്ടാണ്ടിരിക്കുമോ? എനിക്ക് വയ്യ തല്ലൂടാൻ. രാവിലത്തെ അവൻ്റെ അവഗണനയും ദേഹത്തിൻ്റെ അസ്വസ്ഥതയിലും ഗായത്രിയും ദേഷ്യത്തോടെ അവനോട് മറുപടി നൽകി. നിന്നോട് തല്ലുടാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ കാപ്പി എവിടെ? ഞാൻ വരുമ്പോൾ റൂമിൽ കാപ്പി കൊണ്ടുവയ്ക്കണമെന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്തോ എന്നും അവളുടെ കൈകൊണ്ട് ഉണ്ടാക്കി കിട്ടാറുള്ള കാപ്പി അന്ന് കാണാതെയായപ്പോൾ അവന് സഹിച്ചില്ല. ഗായത്രി വയറിൽ കൈ ചുറ്റി കട്ടിലിൽ കൂനിക്കൂടിയിരുന്നു. എനിക്ക് വയ്യ, അമ്മുവിനോട് പറയൂ പ്ലീസ്, അവൾ അവനോട് ദയനീയമായി പറഞ്ഞു. എന്നാൽ തന്നോടവൾ അവളുടെ അസുഖം എന്താണെന്ന് പറയാത്തതിൽ അവന് ദേഷ്യം വന്നു. അവളുടെ ഒരു പ്ലീസ്. അമ്മു അമ്പലത്തിൽ പോയിരിക്കുകയെന്ന് അറിഞ്ഞ് എന്നെ കൊണ്ട് പണി എടുപ്പിക്കാനുള്ള അടവല്ലടി നിന്റെ? അവളെ ചൊടിപ്പിക്കാനായി ദേവ പറഞ്ഞു. അത് കേട്ട് ഗായത്രിക്ക് ഒരുപാട് സങ്കടം വന്നു. തൻ്റെ വയ്യായിക പോലും അഭിനയമായി കാണുന്നവനോട് കൂടുതലും ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൾ പതുക്കെ കട്ടിലിൽ നിന്ന് എണീറ്റ് റൂമിന് പുറത്തേക്ക് നടന്നു. തന്നോടവൾ തുറന്നു സംസാരിക്കുമെന്ന് കരുതിയ ദേവ അവളുടെ മൗനമായ പോക്ക് കണ്ടതും ഒരു നിമിഷം ഒന്നും പറയേണ്ടിയിരുന്നില്ല എന്നവന് തോന്നി. കോണിപ്പണികൾ ഇറങ്ങി തുടങ്ങിയതും ഗായത്രിക്ക് തല കറങ്ങി. ദേവയെ വിളിക്കാൻ തുടങ്ങിയതും അവളുടെ നാവ് കുഴഞ്ഞു. കാഴ്ച മങ്ങി. കോണിയിലെ പിടുത്തം വിട്ട് അവൾ കുഴഞ്ഞു വീണു. മുകളിൽ നിന്നും താഴേക്ക് ഉരുണ്ടുവന്നു നെറ്റിത്തറയിലിടിച്ചു. ഗായത്രിയുടെ ബോധം പോയി. എന്തോ വീഴുന്ന ശബ്ദം കേട്ട് റൂമിന് പുറത്തു വന്ന് നോക്കിയ ദേവ കണ്ടത് നെറ്റിപൊട്ടി ചോരയൊലിച്ച് ബോധം പോയി വെറും നിലത്ത് കിടക്കുന്ന ഗായത്രിയാണ്. അവൾക്കു ചുറ്റും രക്തം പടർന്നിരുന്നു. ഗായത്രി! ചോരയിൽ കുളിച്ചു കിടക്കുന്ന അവളെ കണ്ട് സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് ദേവ വിളിച്ചു. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ ദേവ പകച്ചു നിന്നു. അവന് തൻ്റെ കൈകാലുകൾ കുഴയുന്ന പോലെ തോന്നി. എങ്ങനെയൊക്കെയോ ഓടിച്ചെന്ന് അവളെ കൈകളിൽ കോരിയെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്തു ദേവ. അവളുടെ ചോര നിറഞ്ഞ മുഖം അവനിൽ വല്ലാത്ത പരിഭ്രാന്തി നിറച്ചു. ഗീതു, ദീ കണ്ണു തുറന്നേ നീ. ഗീതു പ്ലീസ്, എന്നെ പേടിപ്പിക്കല്ലേ. അവളുടെ കവിളിൽ തട്ടി വിളിച്ചുകൊണ്ട് ദേവ പറഞ്ഞു. അവളിൽ ഒരു അനക്കവുമില്ലാത്തത് അവനിൽ ഭയം നിറച്ചു. അമ്പലത്തിൽ നിന്നും വന്ന ദേവകി കണ്ടത് ഗായത്രിയെ കൈകളിൽ കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായി കാറിലേക്ക് കയറ്റുന്ന ദേവയെയാണ്. അയ്യോ എൻ്റെ മോളെ, എന്തു പറ്റി നിനക്ക്? തല ചുറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ കിടന്ന് വിശ്രമിക്കാൻ പറഞ്ഞു പോയതല്ലേ ഞാൻ. പിന്നെ എങ്ങനെയാ ഈ നെറ്റി പൊട്ടിയേ? എന്താ മോനെ ഉണ്ടായത്? അമ്മുവിൻ്റെ ഓരോ വാക്കും ചാട്ടുളി പോലെ അവൻ്റെ ചെവിയിൽ പതിച്ചു. എന്ത് പറയണമെന്നറിയാതെ ദേവ പതറി. തൻ്റെ മുഖത്ത് നോക്കി ദയനീയമായി എനിക്ക് വയ്യ പ്ലീസ് എന്ന് ഗായത്രി പറഞ്ഞത് അവൻ ഓർമ്മ വന്നു. അവളോട് അങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന നിമിഷത്തെ ഓർത്ത് അവനോട് തന്നെ വെറുപ്പ് തോന്നി. അമ്മുവിന് മറുപടി നൽകാതെ ശരവേഗം അവൻ കാറുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക്